ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം എൻ്റെ യൂട്യൂബ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ യൂട്യൂബ് ചാനലുള്ളവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലും ഒരു ചെറിയൊരു സന്തോഷമുണ്ടാവും. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും യൂട്യൂബ് ചാനൽ മോണിയാകാനായിട്ടിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും ചെറിയൊരു ഉപകാരമായിരിക്കും ഈ ഒരു വീഡിയോ. വലിയ ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് യൂട്യൂബിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ഒരുപാട് വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് കുറേയധികം പാടുപെട്ട് വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്ത് എൻ്റെ ചാനൽ മോണിയായി. അപ്പോൾ മോണിയായതിനു ശേഷം അതിൻ്റെ ഓരോ ക്രൈറ്റീരിയകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് കിടന്ന് ഞാൻ ഓടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തരാമോ എന്ന്. കാരണം എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചാനൽ പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മിക്കുള്ളവരും അതിനെക്കുറിച്ചുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ചെയ്ത് തരാനായിട്ട് ആരും മുന്നോട്ട് വന്നില്ലായിരുന്നു. വലിയൊരു യൂട്യൂബറായിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞപ്പം അവർക്ക് പെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. അപ്പം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ അത് കട്ടാവുമെന്ന് പറഞ്ഞതോടുകൂടി പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ ഓരോ വീഡിയോസുകളൊക്കെ കണ്ട് സ്വന്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത്. 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആയാലും ID വെരിഫിക്കേഷൻ ആയാലും ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് ഞാൻ ചെയ്ത്. അപ്പം ഞാൻ ചെയ്തത് കൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ $100 ആയിക്കഴിഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുമോ എന്ന് എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, എൻ്റെ ചേച്ചിയുടെ മോനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനും അവനും ചേർന്നൊരു ചെറിയൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഗ്രില്ല് ചെയ്തതായിട്ട്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ഇർഫാൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ ബാപ്പയ്ക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ചാനലൊക്കെ മോണിയൊക്കെ ആയി അതിൻ്റെ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ID വെരിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് എന്തോ മിസ്റ്റേക്കായിട്ട് അത് ഫെയിൽഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, എൻ്റെ മോണിയൊക്കെ ആയി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ചേച്ചിയുടെ മോൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവനും വാപ്പയ്ക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചെന്നും അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടാണ് എനിക്കിതൊന്ന് ശരിയാക്കി തരാമോ, എൻ്റെ ഇത് കണക്ക് കട്ടായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്തത് തന്നെ ശരിയാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ പറഞ്ഞു, നീ കൊണ്ടുവാ, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കൂടുതൽ ഉറപ്പൊന്നുമില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെയായിട്ടും ചെയ്തിട്ടുമില്ല. ഞാനിങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല, നീ എന്തായാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചേച്ചിയുടെ മോനും ഇർഫാനും കൂടി വീട്ടിൽ വന്നു. അപ്പോഴേക്കും ഞാൻ ആക്സസൊക്കെ ഓപ്പണാക്കി യൂട്യൂബ് ചാനലൊക്കെ ഓപ്പണാക്കി നോക്കിയപ്പം അതിൽ ID സബ്മിറ്റ് ചെയ്തതിൽ ഉള്ള മിസ്റ്റേക്കാണ്. ID കൊടുത്തിരിക്കുന്ന പേരും ആക്സസിൽ കൊടുത്തിരിക്കുന്ന പേരും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ആ ഒരു ID വെരിഫിക്കേഷന് കട്ടായി കിടക്കുന്നത്. നമ്മൾ ID കൊടുക്കുന്ന സമയത്ത് നമുക്ക് പാൻ കാർഡ് ഇരിപ്പുണ്ടെങ്കിൽ പാൻ കാർഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം പാൻ കാർഡ് ഇല്ലെങ്കിൽ പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് എന്തായാലും പാൻ കാർഡിൻ്റെ ആവശ്യം ഉണ്ട്. നമുക്ക് ടാക്സ് വെരിഫിക്കേഷനൊക്കെ കൊടുക്കാനായിട്ട് പാൻ കാർഡിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും ആ ഒരു പാൻ കാർഡ് കൊടുത്തുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ കൊടുത്തത് എൻ്റെ പാൻ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ 2 പ്രൂഫ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഒരു പ്രൂഫ് കൊണ്ട് തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ID കൊടുത്തിരിക്കുന്ന അതേ പേര് തന്നെ ആഡ്രസ്സിലും കൊടുത്ത് എല്ലാവർക്കും സബ്മിറ്റ് ചെയ്ത് വെച്ച്, എന്നിട്ട് നീ കൊണ്ടുപോയി നോക്ക് അത് കറക്റ്റ് ആവുന്നോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ഓക്കെ ആണെന്ന് പറഞ്ഞ്. അപ്പോൾ നീ വെയിറ്റ് ചെയ്ത് 2 ആഴ്ച കഴിയുമ്പം എൻ്റെ അഡ്രസ്സിലേക്ക് പിൻ ലെറ്റർ വരും, അത് വാങ്ങിച്ച് ഇന്നത്തേക്ക് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ടും വരാത്തത് കൊണ്ട് അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്ന, വന്നില്ല എന്നും പറഞ്ഞ്. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പം അവൻ്റെ അഡ്രസ്സിലേക്ക് പിൻ ലെറ്റർ വന്നു. ലെറ്ററും കൊണ്ട് ചേച്ചിയുടെ മോനെയും വിളിച്ചും കൊണ്ട് അവൻ വീണ്ടും വീട്ടിൽ വന്നു. അപ്പോൾ ഇനി അവൻ ചെയ്ത് തെറ്റിക്കണ്ട എന്ന് കരുതി എൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുവന്ന് നമ്പരൊക്കെ അതിനകത്ത് ടൈപ്പ് ചെയ്ത് ഓക്കെ ആക്കി കൊടുത്ത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അതിൻ്റെ ടാക്സ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ്റെ ആക്സസിനകത്ത് ഏതാണ്ട് $145 ആയിട്ടുണ്ടായിരുന്നു. ഈ വെരിഫിക്കേഷൻ ചെയ്തില്ലെങ്കിൽ ആ പൈസ പോകുമെന്ന് നമുക്ക് 2 പേർക്കും പേടിയുണ്ടായിരുന്നു. കാരണം ID വെരിഫിക്കേഷനൊക്കെ ചെയ്യാതെ തന്നെ കുറേ ദിവസം കിടന്നത് കൊണ്ട് വളരെ പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അവന്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ടാക്സ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാങ്ക് ഡീറ്റെയിലൊക്കെ കൊടുത്ത് ഞാൻ വെച്ചു. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ആ ഒരു ആക്സസിനകത്ത് നിന്ന് ആ ഒരു പൈസ $145 അങ്ങ് കട്ടായി.
ബാങ്ക് അക്കൗണ്ടിലോട്ടും വന്നിട്ടില്ല, ആഡ്സൻസിനകത്ത് കാണിക്കുന്നില്ല. അങ്ങനെ അവൻ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, "നിനക്കെന്നാ പൈസ അതിനകത്ത് നിന്ന് കട്ടായിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടിലോട്ടും കയറിയിട്ടില്ല." 2, 3 ദിവസം കഴിഞ്ഞിട്ടും കയറിയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം ഇത്രയും പാടുപെട്ടിട്ട് ആ ഒരു പൈസ പോയി എന്ന് പറഞ്ഞപ്പം ഒരുപാട് ടെൻഷൻ തോന്നി. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, "നിൻ്റെ മെയിലിൽ അങ്ങനെ കയറി ഒന്ന് നോക്ക്, മെയിലിൽ വന്നിട്ടുണ്ടോ എന്ന്." അങ്ങനെ മെയിലിൽ കയറി നോക്കിയപ്പോഴാണ് പൈസ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി എന്ന് ഒരു കോഡൊക്കെ കൊടുത്തുകൊണ്ട് ഒരു മെയിൽ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, "നീ പേടിക്കണ്ട, ഇത് എനിക്ക് ബാങ്കിലേക്ക് കയറും, എന്തോ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുമെന്നാണ് ഈ മെയിലിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന്" പറഞ്ഞു. അതെ, അപ്പോൾ ഏതാണ്ട് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടി. അപ്പോൾ ഒരുപാട് സമയം അപ്പം തന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കാര്യം പറയണം, "ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടി, ഇത്ര രൂപ കിട്ടി" എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അവനും ഒരുപാട് സന്തോഷം തോന്നി, എനിക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാനും ആ ഒരു സമയത്ത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ മോണിയാക്കിയെടുത്ത് അതിൻ്റെ ഓരോ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കിടന്ന് ഞാൻ ഓടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയാണ് യൂട്യൂബിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഓരോ വീഡിയോകളൊക്കെ നോക്കിക്കണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തത്. പേടിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയൊക്കെ ആക്കിയെടുത്തത്. പക്ഷേ അത് അവന് ചെയ്ത് കൊടുത്ത് അവന് ആ ഒരു പൈസ കിട്ടിയതോടു കൂടി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെ കിട്ടി ശേഷം ഏതാണ്ട് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവനും ചേച്ചിയുടെ മോനും, ഇർഫാനും ചേച്ചിയുടെ മോനും കൂടെ വീട്ടിലേക്ക് വന്ന് എനിക്ക് കുഴിമന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ്, ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തി തന്നിട്ടാണ് അവൻ പോയത്. ഞാനതൊന്നും പ്രതീക്ഷിച്ചല്ല ഇരുന്നത്, പാർട്ടിയൊക്കെ നടത്തി തരുമെന്ന്. പക്ഷേ അവൻ്റെ ആ ഒരു മനസ്സിൽ എനിക്ക് കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊണ്ട് തന്ന് അതൊക്കെ തന്നിട്ടാണ് അവൻ പോയത്. ഒരുപാട് താങ്ക്സൊക്കെ പറഞ്ഞു എനിക്ക്. അപ്പം താങ്ക്സ് പറഞ്ഞതിലും അവൻ ആ കുഴിമന്തി വാങ്ങിച്ച് തന്നതിലൊന്നുമല്ല എനിക്ക് സന്തോഷം ഒരുപാട് തോന്നിയത്. അവൻ ആ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തതിലൂടെ അവന് ആ ഒരു ബെനിഫിറ്റ്, ആ ഒരു പൈസ കിട്ടിയതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും ആ ചാനൽ ഇനിയും മുന്നോട്ട് പോകട്ടെ, ഇനിയും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഐ.ഡി കാർഡിലുള്ള പേരും ആഡ്രസ്സ് കൊടുക്കുന്ന പേരും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവരുത്. അത് കറക്റ്റായിട്ടും കൊടുക്കുക. അത് കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും കട്ടാകുന്നതാണ്. പിന്നെ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്തും മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിടുന്ന വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുക. അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് വന്ന് ആ ഒരു 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എററായിട്ട് വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കാം. ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ ഒന്നും പൈസ പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ആ പേടി ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് ഈ ഒരു ഘട്ടത്തിലെത്തിയിട്ട് ആ ഒരു പാട് പെട്ടവർക്കും, ആ ഒരു പേടിപ്പെട്ടവർക്ക് മാത്രമേ ആ ഒരു കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബൈ ബൈ.